നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്നലെ ഓഗസ്റ്റ് 14 രാത്രി 10 മണി മുതൽ ഇന്ന് വെളുപ്പാൻകാലം 1 മണി വരെ തിരുവനന്തപുരത്ത് ഓവർ ബ്രിഡ്ജ് മുതൽ PMG വരെയുള്ള സ്ഥലത്ത് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഇടം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു. വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സ്ത്രീകൾക്ക് മാത്രമേ ആ സമയത്ത് അത്രയും സ്ഥലത്ത് പ്രവേശനമുള്ളൂ. സ്റ്റാളുകൾ, പാട്ട്, നൃത്തം, കളികൾ, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് നടക്കാം. അതായത് സ്ത്രീകൾക്ക് വേണ്ടി അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു എന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ ഒരു പരിപാടിയെ പറ്റി ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള വട്ടിയൂർക്കാവ് അജിത് കുമാർ ഒരു പ്രതികരണം നടത്തി. അദ്ദേഹത്തിന് പ്രതികരിക്കാം, അദ്ദേഹത്തിന് വിമർശിക്കാം, അത് അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്. പിന്നെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഘടനയൊക്കെ ഉള്ളത് നല്ലതാണ്. ഒരുപാട് അന്യായങ്ങളും അനീതികളും ആണുങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അതിനിങ്ങനെ ഒരു സംഘടന ഉള്ളത് നല്ലതാണ്. പക്ഷേ അങ്ങേര് സംസാരിച്ചത് അങ്ങേയറ്റം മോശമായിട്ട് സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അങ്ങേര് സംസാരിച്ചത്. നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ, ഇന്ന് രാത്രി 10 മണി മുതൽ തിരുവനന്തപുരം സിറ്റിയില് വെടികളുടെ അഴിഞ്ഞാട്ടം നടക്കാൻ പോവുകയാണ്. എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് ഇങ്ങനെ സ്ത്രീകളെ മോശമായിട്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അഭിസംബോധന ചെയ്തതെന്നും സംസാരിച്ചതെന്നും ഓർത്ത് എനിക്ക് അതിശയം പോലും തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് വെടികളുടെ അഴിഞ്ഞാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന്. അതായത് അർദ്ധരാത്രി 10 മണി മുതൽ 1 മണി വരെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ തിരുവനന്തപുരം സിറ്റിയിലെ അത്രയും സ്ഥലം സജ്ജീകരിച്ചതിനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെ എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കണം, അതിന് അനുയോജ്യമായ പേരുകൾ ക്ഷണിക്കുന്നു എന്ന് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണ് ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ. അദ്ദേഹം പറയുകയാണ് ഈ പരിപാടിക്ക് ഇടാൻ പറ്റിയ പേര് വെടികളുടെ അഴിഞ്ഞാട്ടം എന്നാണെന്ന്. എന്താണ് ഈ വെടി എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി അദ്ദേഹം തുടർന്നുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ദേശീയകൾ എങ്ങനെയാക്കാം എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. വേശ്യകളാണ്, രാത്രി ഉറങ്ങാനുള്ള സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വേശ്യകളാണ്. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പുരുഷന്മാർ ഇവരെ ഭോഗിക്കും. അങ്ങനെ പുരുഷന്മാർക്ക് ഭോഗിക്കാൻ വേണ്ടിയാണ്, വേശ്യകളാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെടികളായിട്ടുള്ള സ്ത്രീകൾ രാത്രിയിൽ അഴിഞ്ഞാടാൻ ഒരുങ്ങുന്നത് തുടങ്ങി മുഴുവൻ സ്ത്രീകളെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലാണ് ഇങ്ങനെ സംസാരിച്ചത്. മറ്റുള്ള ചിലർക്ക് ഈ സ്ത്രീകളെ ഭോഗിക്കാനുള്ള അവസരം കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിന് മറ്റൊരു വശമുണ്ട്. ഇതാണോ ഇപ്പോൾ സ്ത്രീകൾക്ക് അത്യാവശ്യം? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമോ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മ ഇവിടെ അവസാനിക്കുമോ? ഇനി തുടർന്ന് സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യവും കിട്ടുമോ? അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും രാത്രി 1 മണിക്കോ 12 മണിക്കോ ഒക്കെ ഒരു പുരുഷന്റെ സംരക്ഷണം ഇല്ലാതെ ഒരു സ്ത്രീക്ക് ഒറ്റക്കിറങ്ങി നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള സാഹചര്യം ഇവിടെ ഇതിലൂടെ ഉണ്ടാകുമോ എന്നതൊക്കെ പ്രസക്തമായ ചോദ്യങ്ങളാണ്. അതൊക്കെ മാന്യമായിട്ടുള്ള ഭാഷയിൽ ഉന്നയിക്കാമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ പറഞ്ഞത് അങ്ങേ മോശമായിട്ടുള്ള ഭാഷയാണ്. ആണുങ്ങൾ പോലും, ഒരാൾ പോലും ഇയാളുടെ ഈ ഒരു അഭിപ്രായത്തിനോട് യോജിക്കുന്നില്ല. കാര്യം പറഞ്ഞതിൽ ഒരു ചെറിയ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു വന്നപ്പോൾ ഇതാണോ സ്ത്രീകൾക്ക് ഇപ്പോൾ ആവശ്യം? പുരുഷന്മാർക്കും അധികാരമില്ലേ ആ സമയത്ത് അവിടെ പ്രവേശിക്കാൻ? സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്താണ് ഒരു പ്രത്യേകത? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചു. അതൊക്കെ സംസാരിക്കുന്നതിന് പ്രശ്നമില്ല, ന്യായം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന രീതിയിൽ പുരുഷന്മാർക്ക് വേണ്ടി അദ്ദേഹത്തിന് വാദിക്കാം. പക്ഷേ ഇങ്ങനെ സ്ത്രീകളെ മുഴുവൻ വേശ്യകളെന്ന് പറയാനും, അല്ലെങ്കിൽ എല്ലാം വെടികളാണ്, അഴിഞ്ഞാടാനാണ് വരുന്നതൊക്കെ എന്നൊക്കെ പറയാനും ഇങ്ങേർക്ക് എന്ത് അധികാരമാണുള്ളത്? നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു പ്രതികരണമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ ആണുങ്ങൾ എന്ന വർഗത്തിനെ മുഴുവൻ മോശമാക്കുന്ന തരത്തിലാണ് ഇങ്ങേരുടെ ഒരു പ്രതികരണം. കാരണം മെൻസ് അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അതിന്റെ പ്രസിഡന്റ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇതിനു മുൻപും അദ്ദേഹം ഒരുപാട് പ്രതികരണങ്ങൾ നടത്തി ശ്രദ്ധേയനായിട്ടുണ്ട്. എങ്ങനെ അഴിഞ്ഞങ്ങ് സംസാരിച്ചേക്കും. എന്താണ് സംസാരിക്കുന്നത് എന്ന് നാക്കിന് ഒരു നിയന്ത്രണവും ഇല്ലാതെ സംസാരിച്ചേക്കും. ഈ ഒരു പദവി സ്ത്രീകളെ എന്തും പറയാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് താങ്കൾ ഉപയോഗിക്കരുത്. അത് മാത്രമേ പറയാനുള്ളൂ. തുല്യതയെക്കുറിച്ചൊക്കെ ആ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന, ശഠിക്കുന്ന ഒരു സമൂഹത്തിന് പറ്റിയതാണോ ഈ രീതി? സ്ത്രീകൾക്ക് എന്തിനാണ് ഇത്രയും പരിഗണന കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും അദ്ദേഹത്തിന് സംസാരിക്കാം. പക്ഷേ ആവശ്യമില്ലാത്ത മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. സ്ത്രീകൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം ഇതാണോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 വശമുണ്ട്. ഏറ്റവും അത്യാവശ്യം ഇതാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ അതും നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ
ഐഡിയ ഇല്ല. ഈ വനിതാ ദിനത്തിനൊക്കെ സ്ത്രീകളെ കുറിച്ച് ഭയങ്കര പുകഴ്ത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇറങ്ങുന്നു, വാട്സപ്പ് സ്റ്റാറ്റസുകൾ ഇടുന്നു, സ്ത്രീ അമ്മയാണ്, ദൈവമാണ്, ഭൂമി ദേവിയാണ്, ക്ഷമയുടെ അങ്ങേ അറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പരത്തി സംസാരിക്കുന്നവർ പോലും അടുത്ത ദിവസം തുടങ്ങി സ്ത്രീകളെ കാണാൻ തുടങ്ങുന്നത് ഒരു ഉപഭോഗ വസ്തുവായിട്ടാണ്. അല്ലെങ്കിൽ സ്ത്രീകളെ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്കുള്ള കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു യന്ത്രമായിട്ട് കാണുന്ന പരമാവധി പേരുമാണ് ഈ സമൂഹത്തിൽ നിന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സംസാരത്തിലൊന്നും അത്രയും കാര്യമില്ല, പ്രഹസനത്തിലൊന്നുമല്ല കാര്യം, പ്രവൃത്തിയിൽ പ്രാവർത്തികമാകുന്നത് എത്രത്തോളമാണ് എന്നത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന, സമൂഹത്തിൽ ഒരു തുല്യ പദവിയിലേക്ക് പുരുഷന്മാർക്ക് ഇപ്പോൾ 1 മണിക്കോ 12 മണിക്കോ ഒക്കെ രാത്രി ആരെയും പേടിക്കാതെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ട്, സ്ത്രീകൾക്കും അതിന് പറ്റണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ ചോദിക്കും, ഇവർക്കൊക്കെ രാത്രി 12 മണിക്ക് ഇറങ്ങി നടക്കാൻ എന്താ ഇത്ര നിർബന്ധം, കിടന്നുറങ്ങിയാൽ പോരെയെന്ന്. ഇതിൻ്റെ അർത്ഥം അതല്ല, ഉദ്ദേശം അതല്ല. ഏത് സമയത്തും ഭയം കൂടാതെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരമെങ്കിലും സ്ത്രീകൾക്ക് ഉണ്ടാവണം. ഇനിയുള്ള കാലത്തെങ്കിലും അത് ഉണ്ടാവണം. 2026 നമ്മൾ ജീവിക്കുന്നത്. ഈ കാലത്ത് പോലും ഒരു സ്ത്രീക്ക് സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പേടിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് നമ്മുടെ നാട്ടിലെ മുഴുവൻ പുരുഷന്മാരും ഒന്നിച്ച് തലകുനിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ പെങ്ങന്മാരും അമ്മമാരും ഭാര്യമാരും കൂട്ടുകാരികളും ഒക്കെയാണ് സ്ത്രീകൾ. അവർക്കൊക്കെ സർവ്വ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കാൻ പറ്റണം. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായി, തനിച്ചൊന്ന് പുറത്ത് രാത്രിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ ജോലിക്ക് ശേഷം തനിച്ച് രാത്രിയിൽ പോകേണ്ട അവസ്ഥയുണ്ടായി, അപ്പോഴൊക്കെ പേടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റണം, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹമുള്ള സ്ത്രീകൾക്ക് അതൊന്ന് തീർക്കാനുള്ള അവസരമായിട്ട് ഒരു ദിവസം, കുറച്ച് മണിക്കൂറുകൾ, കുറച്ച് സ്ഥലത്ത്, അങ്ങനെയുള്ള ഒരു ആശയത്തെ സ്വീകരിക്കുന്നതിന് പകരം അതിനെ വിമർശിക്കുകയാണ്. വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനുപയോഗിക്കുന്ന ഭാഷയിൽ ഒരു ശ്രദ്ധ വേണം. നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലോ, ഇന്ന് രാത്രി 10 മണി മുതൽ തിരുവനന്തപുരം സിറ്റിയിൽ വെടികളുടെ അഴിഞ്ഞാട്ടം നടക്കാൻ പോവുകയാണ്. അതെന്താ ആണുങ്ങൾക്ക് പ്രവേശനമില്ലാത്തത്? പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ പ്രവേശനം? അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ വേണമെങ്കിൽ പുരുഷന്മാർ വേണമല്ലോ. പുരുഷന്മാർക്ക് ഒരു സ്റ്റാള് പോലും ഇടാൻ പറ്റില്ല, പുരുഷന്മാർക്ക് ആർക്കും അവിടെ പ്രവേശനമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുമ്പോൾ, ഒരു ദിവസത്തേക്കല്ലേ, കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്കല്ലേ, ചെറിയ ഒരു സ്ഥലത്തേക്കല്ലേ ഈ ഒരു സ്വാതന്ത്ര്യം കുറച്ച് നേരത്തേക്ക് വേണ്ടി കൊടുക്കുന്നത്? അതവരത് ഉപയോഗിച്ചു കൊള്ളട്ടെ. സ്ത്രീകൾ അവരുടെ ഐഡന്റിറ്റിയിൽ അവരെ ആഘോഷിക്കട്ടെ. അവർക്ക് നിയന്ത്രണങ്ങളില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ഭയമില്ലാതെ രാത്രിയിലെ ആ സമയമൊക്കെ ആദ്യമായിട്ട് കാണുന്ന സ്ത്രീകൾ പോലും ഉണ്ടാവും. 12 മണി 1 മണിക്കൊന്നും രാത്രിയിൽ പുറത്തിറങ്ങാത്ത ഒരുപാട് സ്ത്രീകൾ കാണും. ആഗ്രഹമുണ്ടെങ്കിലും നൈറ്റ് ലൈഫൊക്കെ ആഘോഷിക്കണമെന്ന് പുരുഷന്മാരെ പോലെ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ അവസ്ഥ കൊണ്ട് പേടിച്ച് അതിനിറങ്ങാത്ത സ്ത്രീകൾ ഉണ്ടാവും, അല്ലെ? പുരുഷന്മാരെ നമുക്ക് വേണ്ട, പുരുഷന്റെ സംരക്ഷണം വേണ്ട, സ്ത്രീക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം എന്നതൊന്നുമല്ല ഇതിന്റെ ഉദ്ദേശം. സ്ത്രീകൾക്കും ഇവിടെ രാത്രിയിൽ ഇറങ്ങി നടക്കണം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊപ്പം രാത്രികാല ജീവിതം ആസ്വദിക്കാൻ ഇവിടെ റൈറ്റ് ഉണ്ട്. അപ്പോൾ എന്നിട്ട് രാത്രിയിൽ കിടന്ന് ഉറങ്ങാനുള്ള സമയമല്ലേ, എന്തിനാണ് രാത്രിയിൽ ഇറങ്ങി നടക്കുന്നത്? രാത്രിയിൽ ഇറങ്ങി നടക്കുന്നവളുമാരുടെ ഉദ്ദേശം വേറെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബാലിശമായിട്ട്, ഒട്ടും പക്വതയില്ലാതെയൊക്കെയാണ് ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ വട്ടിയൂർക്കാവ് അജിത് കുമാർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം നിങ്ങളൊക്കെ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളെ തരം താഴ്ത്താൻ വേണ്ടി ആകരുത്, സ്ത്രീകളെ മോശമാക്കാൻ വേണ്ടി ആകരുത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണം, അവരുടെ നീതിക്ക് വേണ്ടി, അവർക്കെതിരെ നടക്കുന്ന അന്യായങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തണം. പക്ഷെ അനാവശ്യ കാര്യങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. സിയാദെന്നോ മറ്റോ പേരുള്ള ഒരുത്തനെ, തുടർച്ചയായിട്ട് സ്ത്രീകളെ ബസ്സിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മാലയിട്ട് സ്വീകരിച്ചതിലൂടെയൊക്കെ എന്ത് മെസ്സേജാണ് നിങ്ങൾ സമൂഹത്തിന് കൊടുത്തത്? ഇങ്ങനെ രതി വൈകൃതങ്ങളൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന, സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന, മറ്റുള്ള സ്ത്രീകളെ ശല്യപ്പെടുത്തണമെന്ന് കരുതുന്ന പുരുഷന്മാർക്കൊക്കെ ഒരു പ്രോത്സാഹനം കൊടുക്കുകയല്ലായിരുന്നോ നിങ്ങൾ? അപ്പോൾ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ സംസാരിക്കാൻ തയ്യാറാകുക. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണത്തോടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിലുമുള്ള അങ്ങേയറ്റത്തെ പ്രതിഷേധം നമ്മുടെ ചാനലിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ കാണുന്നത്, കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതൊക്കെ പുരുഷന്മാരാണ്. അങ്ങേയറ്റം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പുരുഷന്മാരുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന കാര്യം അറിയാൻ എനിക്കൊരു ആകാംക്ഷയുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീണ്ടും എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യം എല്ലാ രീതിയിലും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അനുഭവിക്കാൻ ഈ ലോകത്തുള്ള, ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.